ചൂട് എന്താ ചൂട് ഓ ഓ എന്താപ്പോ എന്താപ്പോ ഒരു നായക്കുട്ടീനെ കാണുമ്പോഴേക്കേ കൂട് പൊളിക്കണം പറഞ്ഞിട്ടാ മത്സരത്തി നായക്കുട്ടി അടുത്ത് വന്നാലേ പേടിച്ചിട്ടില്ലേ ഓടും ചെയ്യും. ഏ 5:30 പരിപാടി ഉണ്ടല്ലോ അല്ലേ? ആ വരണം. അപ്പോഴേ നമ്മുടെ പപ്പൂനെ കൊറേ ദിവസമായി കണ്ടില്ല പറഞ്ഞില്ലേ? ദാ പപ്പൂസ് ഇവിടെ കിടന്നിങ്ങനെ പപ്പൂസ് താണ്ടോ ഭയങ്കര കാര്യത്തില് പപ്പു ഉത്തരവാദിത്തം കാണിക്കാണ് ഇപ്പൊ. ഉത്തരവാദിത്തം കാണിക്കാണ് അവന്റെ കയറ് എവിടെ കിടക്കണ നോക്കിയൊക്കെ. അതാ അത് വലിച്ചുള്ളി കിട്ടും. പിന്നെ എങ്ങനെ വഴി കൂടെ ഒരാൾ പോവാൻ പാടില്ല. വഴി കൂടെ ഒരു അവനെന്തായാലും വേഗം കൂടുണ്ടാക്കണം കേട്ടോ. കൂടിന്റെ പലകയൊക്കെ കടിച്ചു പൊടിച്ചോണ്ടാണ്ടോ ഇവിടെ ഫുള്ള്. നമ്മളോടെ ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലോ കടിച്ചിട്ട് ഈ ഒരു ഭാഗം മൊത്തം എന്താക്കി ഇവിടെ മൊത്തം കണ്ടോ. എന്താ വെച്ചിട്ട് അവന്റെ എന്താണ് മഴ പെയ്യട്ടെ ആ ഏട്ടാ പറയുന്ന കേട്ടോ നാളെ റെഡ് അലർട്ടാണ്. ആ എല്ലാ ദിവസവും ഉണ്ടാവും. അതും കാത്തിങ്ങൾ സ്കൂൾ പോകണമെങ്കിൽ ഇരുന്നോളൂ. മതി പിടിച്ചിരുന്നോ. നമ്മുടെ കിച്ചൂട്ടനെ ഫുട്ബോൾ കളിച്ചിട്ടില്ലേ, കാലൊക്കെ ഇങ്ങോട്ട് ചിറകി പൊളിഞ്ഞിട്ടേ അതെന്താ നീക്കാൻ വയ്യാണ്ട് നടക്കണത് ഇങ്ങനെ നൊണ്ടി നടക്കേണ്ട അവസ്ഥയ്ക്ക് എത്തിയവൻ. പിന്നെ പന്ത് കളിച്ചപ്പോ എന്താ ചെയ്യാ? ചെമ്പർത്തേ ഓ എന്താ കഥ ഇതിപ്പോ. അതിനെ കൊന്നു തോന്നൂല്ലേ? റംബൂട്ടാനെ കൊന്നു തോന്നുന്നു അറിയാ പിടിച്ച് ഞെരുക്കിട്ട്. ഇതല്ലേ എമ്മാര് ചിറ്റായിരുന്നു. പൊട്ടിക്കോട്ടെ. അതില് പൂവ് 2-3 പൂവ് വന്നിട്ടുണ്ട് കേട്ടോ. അതില് വലിക്കണ്ടല്ലേ. ഉള്ളിമുളക് അരച്ചിട്ട് വറ്റിക്കാനാണ്. ഇനെന്താ വറ്റിക്കുന്നു? രാത്രി മത്തണ്ടായിരുന്നു. ഇതില് പൂവിടുന്നുണ്ട് കേട്ടോ. ഇനി അത് പിടിച്ച് വലിക്കണ്ട. പിന്നെ എടുക്കണ്ടേ? അവിടുന്നോട്ടെ. അതാ ഏതോ റംബൂട്ടാൻ ഉണ്ടാവില്ല, മത്തനെങ്കിലും ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മത്തൻ പൂവെങ്കിലും ഉണ്ടാവട്ടെ. പൂവുണ്ടായിട്ട് മുട്ട ഇട്ടിട്ട് പൊരിക്കാനല്ലേ? പൊരിക്കാം, നോക്കാലോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴ? നമ്മുടെ അവിടെ ഒന്നും കാര്യമായിട്ട് മഴയില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞൻ വന്നിട്ട് പറയണേ ഇന്നേ റെഡ് അലർട്ട് ഉണ്ടാവട്ടെ. ഞാൻ പൊട്ടിച്ച് നോക്ക്. അയ്യോ ഞാൻ എന്താ പറഞ്ഞത്? എത്ര അതില് 4-5 ഉണ്ടായില്ലേ? ഇതാണ്ടോ അമ്മ മത്തൻ്റെ ഇത് നോക്കിയൊക്കെ അത് പൊട്ടിച്ചു. പൂവുള്ളത് കംപ്ലീറ്റ് ചെടിയുടെ മേലെയുണ്ട്. ഉണ്ടാവുകയാണ്. ഇതാണ്ടോ ഒക്കെ ഉണ്ടായതൊക്കെ പൊടിച്ചു കേടെത്തി. ഇത് നോക്കിയൊക്കെ ഇതില് കണ്ടോ. ഞാന് ഇത് റംബൂട്ടാൻ പോവാതെ നോക്കിയത് നോക്കിയൊക്കെ മൂക്കും പോലെ വള്ളി മൂക്കുമ്പോൾ ഉണ്ടാവുമായിരിക്കും. അതേപോലെ നമുക്കില്ലേ ഒരു പേരയ്ക്ക ഉണ്ടായിട്ട് നമ്മുടെ പേരയ്ക്കയിൽ ഒരു പേരയ്ക്ക ഉണ്ടായി. അത് ചെറുത് അങ്ങനെ നമ്മളില്ലേ കുഴിച്ചിടുമ്പോൾ ഉണ്ടാവുമ്പോഴേ നമുക്കൊരു സന്തോഷല്ലേ. റംബൂട്ടാൻ മരത്തിലൊന്നും ഉണ്ടായില്ല. ഇതാണ്ടോ പേരയ്ക്ക ഉണ്ടോ? അയ്യോ അതിനിത് ഉണ്ടാവണ നോക്കിയൊക്കെ ഈ കമ്പി കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഏത് കമ്പി കൂടെ? ലൈൻ കമ്പി കൂടെ ഉണ്ടായി കഴിഞ്ഞാല് സർവീസ് വയർ. ഇതാണ്ടോ പേരയ്ക്ക അത്യാവശ്യം നല്ല വലിപ്പുള്ള പേരയ്ക്ക. അമ്മൂട്ടി ഫസ്റ്റ് ഇവിടെ നാരകത്തിന്റെ തെയ്യ് വെച്ചതാണ് കേട്ടോ. നാരകത്തിന്റെ തെയ്യ് വെച്ചിട്ട് എന്താ കാര്യം ഉണ്ടായത്? അതുണ്ടായില്ല. ചേമ്പ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കണ്ട. ചേമ്പും തടം നോക്ക്. ചേമ്പ് നല്ല ഉണ്ടായി. ഈ ചേമ്പില്ലേ ചേമ്പിൻ്റെ തള്ളി ചേമ്പും തണ്ടും പാടല്ലേ തേങ്ങയും ജീരകം അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ്. ഇന്നില്ലേ അമ്മയാണ് കേട്ടോ മീൻ കറി വെച്ചത്. നമുക്ക് കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഓർഡറുകളല്ല, കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ടായിരുന്നു എന്നറിയോ?
നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയില്ല. പിന്നെ ഇത്രയും മത്തൻ്റെ ഇലല്ലേ, ഇത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വെറുതെ അരിഞ്ഞിട്ടില്ലേ 2 കോഴിമുട്ട ഇട്ടിട്ട് അങ്ങോട്ട് പൊരിക്കുക. രണ്ടാമതൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ രണ്ടാമതായില്ലേ. മത്തൻ്റെ ഇല എത്രയായിരുന്നു, എത്ര അളിഞ്ഞു പോയി എന്നറിയോ മഴയത്ത്. നല്ല മഴയായിരുന്നില്ലേ. കളിക്ക്, മുട്ടായി വാങ്ങി തരാം, കളിക്ക്. ഡും 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 കളിക്ക്. കുഞ്ഞാ ഇപ്പം ഡാൻസ് കളിക്കുക വെച്ചാൽ മാത്രം വണ്ടിയിൽ കയറ്റി മതി കേട്ടോ. എന്നാ കളിക്കാൻ പറ. പറ്റത്തില്ല. ഇപ്പൊ ഈ ബാലവാടിയിൽ പോവാൻ തുടങ്ങിയപ്പോല്ലേ ഒരു വാക്കാണ് പറ്റത്തില്ല, എടുക്ക്, എന്താണ് എന്നൊക്കെ ഉള്ളത്. എന്താണ് വീലിനുള്ളിൽ കാലിടരുതിട്ടോ കൂട്ടിച്ചക്ക. കിച്ചോ കിച്ചു ഇവിടെ ഇരിക്കുക, ഷർട്ട് ഇട്ടിട്ടില്ല. കാല് വിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിടിച്ചിരുന്നോ ഇതേ ഫുള്ള് മിക്സ് ആയിട്ടേ മത്തൻവള്ളി കുമ്പളവള്ളി ഒക്കെ പാടെ മിക്സ് ആയതും കൊണ്ട് ഏതൊരു ജീവല്ലാത്ത പോലെ കുഴപ്പമില്ല അല്ലേ. കുമ്പളത്തിൽ ജീവൻ വെക്കാൻ സാഹചര്യമുള്ളവരാണ് ജീവൻ വെച്ചാൽ മതി. അപ്പുറത്ത് നല്ല വിശാലമായിട്ട് സ്ഥലം കൊടുത്തില്ലേ, മത്തനെ കൂടെ പോട്ടെ. എന്താ പറഞ്ഞ് നമ്മുടെ ഓണം അടുത്തെത്തിയില്ലേ. എത്ര ദിവസമേ ഉള്ളൂ ഇനി ഓണത്തിന്. ഇതാ പറയുമ്പോഴേക്കും ഓണമായി. ഓണത്തിന് ഒരു പൂവ് കാണാനും കൂടി ഇല്ല പറഞ്ഞില്ലേ. ഒരു പൂവ്, എന്തെങ്കിലും ഒരു പൂവ് വേണ്ടേ, ഒരു പൂവില്ല. ഏത് ആകെ പൂ ഈ ഭാഗത്ത് കൂടെ ഉണ്ടാവല്, ആകെ ഈ ഭാഗത്ത് കൂടെയാണ് ഉണ്ടാവല്. ചെമ്പരത്തി പൂവൊക്കെ ആകെ 2 ഉള്ളൂ. 2 വീട്ടിൽ പൂവിടണ്ടേ ഇപ്രാവശ്യം. പൂവില്ല. മത്തൻ പൂവും കുമ്പളം പൂവും ഉണ്ടായാൽ അതുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പൂ വാങ്ങേണ്ടി വരും. കിച്ച് കൊണ്ടുവരാത്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂ വാങ്ങിട്ടോ. ലാസ്റ്റ് തിരുവോണം അതന്നെ പറഞ്ഞു. തിരുവോണ ദിവസം നമ്മൾ ഏട്ടനും പൂ വാങ്ങി, അനിയനും പൂ വാങ്ങി. അന്ന് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മളില്ലേ, അന്നാണ് വെച്ചാൽ എന്താ നബിദിനം പൂവിടണത്. നബിദിനത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണില്ലേ, അത് തിരക്കുകൾ ഒക്കെപ്പാടായിട്ട് ഞങ്ങളില്ലേ വലിയ പൂക്കളിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. എത്ര പൂ വാങ്ങിയെന്നറിയോ. എന്താ ഏട്ടനും ഈ 5 കിലോ ഏട്ടൻ ഓരോടത്തുനിന്ന് വാങ്ങിക്കൊണ്ടു, അനിയൻ വേറൊരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടു. ഇവര് 2 പേരും വാങ്ങിയത് അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് അനിയേട്ടൻ ഡിസൈനിൽ പൂവിടും. അനിയേട്ടനാണ് തിരുവോണത്തിനും ഉത്രാടത്തിനൊക്കെ പൂവിടുക. അപ്പോൾ പൂവിടാൻ നിൽക്കുമ്പോൾ ഞാനും പകുതി ഇടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയേട്ടൻ ഇടും കേട്ടോ. അധികം എന്താ ഡിസൈനൊക്കെ കൊടുക്കുക വെച്ചാൽ അനിയേട്ടനാട്ടോ കൊടുക്കുക. ഞാൻ ഈ വട്ടത്തിൽ നിന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ നമുക്കറിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് പൂവിടാൻ പറ്റിയില്ല. പൂവിടേണ്ട സമയമായപ്പോഴേക്കും മഴ പെയ്ത് ചെറിയൊരു പൂവിട്ടില്ലേട്ടാ. ആ കഴിഞ്ഞ പ്രാവശ്യം എന്താ പിന്നെ കോഴികളുള്ള സമയത്ത് പൂവിട്ട് കഴിഞ്ഞു വെച്ചല്ലേ, അപ്പോൾ തീറ്റയായി. അതുവരെ അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അവർക്ക് തീറ്റയായി. ഞാൻ അവിടെ മിറ്റടിച്ചിട്ടില്ല. അവിടെ പിന്നെ അധികം കുപ്പകൾ വരാറില്ല കേട്ടോ. എന്താ വെച്ചാൽ അവിടെയുള്ള ചെടികളും മരങ്ങളൊക്കെ മുറിച്ചില്ലേ. അയ്യോ ആ കുട്ടി പോണു നോക്കിക്ക്. വൈകുന്നേരത്തിനുള്ള ചോറിന് അരി എടുത്തിട്ടക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഒരു റീൽ ഇട്ടിരുന്നു, ശംഖുപുഷ്പത്തിൻ്റെ സെറ്റും കൊണ്ടും സെറ്റ് സാരി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും കാണാൻ എന്താ നല്ല ഭംഗിയുള്ള സെറ്റ് സാരിയും സെറ്റും കൊണ്ടും ആണല്ലേ കേട്ടോ. അത് വിത്ത് ബ്ലൗസായിട്ട് അത് അടിപൊളി സാധനം അറിയാം. ഇനി എന്താ കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്. ഭയങ്കര നമ്മളും തന്നെ എൻ്റെ കയ്യിൽ ഒരെണ്ണുണ്ട് പണ്ടത്തെ ഈ കലാരൂപങ്ങളുടെ. അത് ഇപ്പോൾ കുറച്ചായില്ലേ അത്. അതും ബ്ലൗസായിട്ട് അതും തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അത് നല്ല കാണാൻ നല്ല ചന്തണ്ടേന്ന്. ഇത് നല്ല രസമാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയാണ് നേരിട്ട് കാണാനുള്ളത്. അമ്മയ്ക്ക് ഇഷ്ടമായില്ലമ്മ? സെലക്ഷൻ അല്ല എല്ലാവർക്കും. അത് നമ്മളില്ലേ ആദ്യത്തെക്കാളിലും പിന്നെ അങ്ങനെ പഠിച്ച് വരികയല്ലേ അല്ലേ. പിന്നെ ഒരു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ദിവ്യ പറഞ്ഞ ചേച്ചി നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഓരോന്ന് അല്ലേ. ഇന്ന രീതിയാണ് എന്നുള്ളതൊക്കെ. അതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യവും. നമുക്ക് ആരും പറഞ്ഞു തരാല്ലാണ്ട്
അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളെ കിട്ടുക പറഞ്ഞത്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയില്ല. ഓരോ മേഖലയിലുള്ളവർ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൂടിയാണെങ്കിൽ ഭയങ്കര ഉപകാരം. അറിയണ്ടേ, എന്ത് വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് അറിയണ്ടേ. അതാണ്. അപ്പോൾ ഇനി എന്തായാലും നാളെ മുതൽ നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് സമയം കിട്ടണില്ല, തീരെ സമയം ഒന്നിനൊന്നിനും സമയം കിട്ടണില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം തന്നെ നമ്മൾ പറയല്ലേ, ഭക്ഷണം കഴിക്കുക, അതിന് തന്നെ നമുക്ക് സമയം. ഓരോരുത്തർ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വിളിച്ച അവരോട് ഫോൺ എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ, സംസാരിക്കണ്ടേ നമ്മൾ. അപ്പോൾ സംസാരിക്കും. അനിയനെയാണ് ഫോൺ എടുക്കുന്നത് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ചില ചേച്ചിമാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടേ അവർ അയ്യോ ഒന്ന് കൊടുക്കുമോ മോനെ പ്രസിക്ക് എന്നൊക്കെ പറയുമോ ഓരോ അമ്മമാരെ, ഒന്ന് കൊടുക്കുമോ പ്രസിക്ക്, അപ്പോൾ ഒന്ന് സംസാരിക്കാനാണ് പറയുക. അപ്പോൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സമയം അങ്ങനെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ നമ്പർ കിട്ടിയപ്പോൾ നമ്മുടെ കയറി താമസത്തിനും കൂടിയും നമ്മൾ എത്രയും പേര് അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടാവുക. വേറെയാണ് പിന്നെ അനിയനെ വിളിച്ചിട്ട് അതിൽ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ ആരാ എടുക്കണമെന്നുള്ളത്. ചില സമയത്ത് ഞാൻ എടുക്കും, അല്ലെങ്കിൽ അനിയൻ എടുക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അനിയൻ പറയും ഇത് നിങ്ങൾ എടുത്തോളൂ, ഇത് നിങ്ങൾക്കുള്ള കോളാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓണമൊക്കെ അല്ലേ, ഓണമൊക്കെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കുഞ്ചൂസ് ഫാഷൻ്റെ കൂടെ ഓണം ആഘോഷിക്കാം അല്ലേ, എല്ലാവർക്കും. പിന്നെ നമ്മൾ നാളെ നമുക്ക് പറ്റിക്കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസും കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെപ്പാട് നമുക്ക് എത്താത്തതും കൊണ്ടാണ് നമ്മൾ അതിങ്ങനെ വഴുകി പോണത്. ഇനിയിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ വൈകുന്നേരത്തായിരിക്കും ഒക്കെ നമ്മൾ ഓർഡർ പിടിക്കലും അയച്ചു കൊടുക്കേണ്ടതും ഒക്കെ നമുക്കാണ് പറഞ്ഞാൽ വെച്ചാൽ അയച്ചു കൊടുക്കാൻ. പക്ഷെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാം, നമ്മുടെ കൂട്ടുകാർക്ക് എന്താണെന്നറിയാം. നമുക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാലാണ് 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാലാണ് ഇപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് കൂട്ടിയിട്ട് തന്നാൽ മതി, ഞങ്ങൾക്ക് നിർത്തിയില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യമാണ്, നമുക്ക് സൗകര്യമാണ്. ആർക്കെങ്കിലും 1-2 ആൾക്കാർക്ക് തിരക്കുണ്ടാവും, ബാക്കിയുള്ളവർക്കൊക്കെ എപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ പിന്നെ ഇതില് നമുക്ക് ഗീത ചേച്ചി മെസ്സേജ് ഇട്ടിരുന്നു, തുണി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഗീത ചേച്ചി അല്ല കേട്ടോ, പ്രേമളി ചേച്ചി, എല്ലാവരും മെസ്സേജ് ഇട്ടിരുന്നു. അവര് പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് പറഞ്ഞു കേട്ടോ. 10 രൂപ നമ്മൾ കൂടിയാലും കൂടി നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. 10 രൂപ നമ്മൾ കൂടി കഴിഞ്ഞു വെച്ചാലും കൂടി നിങ്ങൾക്ക് അത് ആർക്കും ഇഷ്ടാവാതിരിക്കരുത്. അത് ക്വാളിറ്റി മോശമാണെന്ന് ഭയങ്കര മോശമല്ലേ. അപ്പൊ അത് കാരണം കൂടുതലും ചിലപ്പോ നല്ല സാധനം കിട്ടില്ല സമാധാനിക്കാൻ പറ്റും. പക്ഷെ 10 രൂപ കൂടിയിട്ട് മോശം സാധനം കിട്ടിയ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഏറ്റവും നോക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. നല്ല ഡിസൈനും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഓടുകയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാതെ നമ്മൾ ഈ ഓട്ടത്തിലാണ്. കാരണം അന്വേഷിച്ച് നമ്മൾ മില്ലുകളിൽ കൂടെ അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെ നിന്നാണ് നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും കിട്ടില്ല. അപ്പൊ തെരഞ്ഞെങ്കിൽ നടക്കുക, തെരഞ്ഞാൽ തന്നെ നമ്മളായിട്ട് കണ്ടെത്തിയാൽ തന്നെ എല്ലാം കിട്ടും. ഇക്കെന്തെങ്കിലും സമയം ഉണ്ടോ? അപ്പൊ ഇത്രയും തിരക്കാവുന്ന ഞാൻ തിരക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എന്താണെന്നറിയോ, എനിക്കൊരാഗ്രഹം, നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കുമ്പോൾ ആ ചിലവാക്കിയതെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ തോന്നുക എന്നുള്ള ഒരു വിഷമമാണ് കേട്ടോ എനിക്ക്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാലോ, ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ നമ്മൾ തുണികളെ പറ്റി പഠിക്കണേ ഉള്ളൂ, ഡിസൈനുകളെ പറ്റി പഠിക്കണേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഇല്ലമ്മ ചെറിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇന്നലെ തന്നെ ഒരു അബദ്ധം പറ്റി. നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് അവർ ചോദിച്ചത് മെറൂൺ കളറാണ്, നമ്മൾ അയച്ചു കൊടുത്തത് പച്ച കളറാണ്. പക്ഷെ പറഞ്ഞു മെറൂണല്ല, ഞങ്ങൾക്ക് വേണ്ടത് പച്ചയല്ല മെറൂണാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരു പീസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചയക്കാൻ പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് മനസ്സിലാവും, പക്ഷെ പച്ചയും നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രസി, കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ലാന്ന്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ എന്താ വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള അതല്ലേ, നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് അവര് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ
വലിയ സമാധാനമാകും. അല്ല വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ എന്തെങ്ങനെയാ വന്ന് ചൊറയൊക്കില്ലേ, അത്ര ബുദ്ധിമുട്ടാണ്. നമുക്കും ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ മിസ്സായി പോകുന്നതാണ്. കാരണം ഒരാളത് കൺട്രോൾ ചെയ്യുന്ന കുഴപ്പമില്ല, ഇത് 4 ആൾ കൺട്രോൾ ചെയ്യുമ്പോൾ ചില പറ്റുന്ന ഓരോ മിസ്സിങ് ആണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം എനിക്കിത് ഒരാൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊരു ഒരു മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ നമ്മൾ അത്ര നോക്കിയായിരുന്നു. അപ്പം ഇന്നെന്ത് പറഞ്ഞു കൊടുത്തു, ബാക്കിയുള്ളവർ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചെങ്കിൽ ബാക്കിയുള്ളവർ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് മാറ്റിമറിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു പോരായ്മയാണത്. അങ്ങനെ ആയിട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ മാറ്റി അയക്കാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണ്ട, മാറ്റി അയക്കണ്ടാക്കിയത് മതി എന്ന് പറഞ്ഞപ്പോ എനിക്കതൊരു സന്തോഷമായി. അമ്മ ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ, നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ നമ്മൾ വാങ്ങിയിട്ട് നമ്മളത് മാറ്റി അയക്കുമ്പോ അതൊരു ഭയങ്കര ഒരു ഇത് തോന്നിട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. അമ്മ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയും, എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് എന്താ, എനിക്ക് എന്താ ഒന്നിനും ഒഴിവ് കിട്ടുന്നില്ല, ഇറങ്ങാനും സമയമില്ല. എന്താ നമ്മള് ഇത് എല്ലാം ഒന്ന് എത്തിച്ച് ഇപ്പൊ പറയും നീ ഇല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമെന്ന്. അങ്ങനെയല്ല, നമ്മള് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യന്നെ വേണം. അത് വേറുള്ളവർ ചെയ്യട്ടെ, അവര് ചെയ്യട്ടെ, ഇവര് ചെയ്യട്ടെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചിട്ട് കഴിഞ്ഞു വെച്ചാൽ ആ ഒഴിഞ്ഞു കിടക്കണോണം അവിടെ അങ്ങനെ കിടക്കും. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അത് അവര് ചെയ്താലേ ശരിയാവും. അത് ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യേണ്ടവർ ചെയ്യുന്ന വേണം. അപ്പോഴേ അത് ശരിയാവും. നിന്നെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ നിന്നിട്ട് കാര്യമില്ല. അതന്നെ വ്യത്യാസം. അതിലെനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമില്ല. അപ്പൊ ഞാനതിലൊന്നിനെ അല്ല, ഇത് നമ്മള് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും. തീരാത്ത നന്ദിയുണ്ട്. കാരണം നമ്മള് ഇങ്ങനെ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. സത്യമായ കാര്യമാണ് കേട്ടോ, നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഇതിൽ ചില കൂട്ടുകാർ പറയുന്നുണ്ട് ഒരു 1000-ൻ്റെ ഉള്ളിലൊക്കെ ഉള്ള റേറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ 600 രൂപയുടെ ഉള്ളിലുള്ള റേറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ക്വാളിറ്റി ഉള്ളത്. നമ്മള് നല്ല ക്വാളിറ്റി ഉള്ളത് എന്താണോ അത് നമ്മൾ അതേ ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാൻ എല്ലാവരും ഉണ്ടാവും. അപ്പം അതുണ്ടാവരുതെന്ന് വിചാരിച്ചാൽ ഏറ്റവും നല്ല മാക്സിമം നല്ല സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ വിലയല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം, നല്ല ഡിസൈനുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളും അത് ശ്രദ്ധിക്കുന്നത് പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല. നമുക്ക് വില കുറവുള്ളത് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ ക്വാളിറ്റി കുറവുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അതല്ല, നല്ല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ. ഇതും ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു 2-3 പേര് വിളിച്ചിട്ട് ഞങ്ങൾക്ക് 10 പീസ് ഉണ്ടോ 5 പീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ സാധനം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഒരു റിപ്ലൈ ഇല്ല കേട്ടോ അവരുടെ. ഒരു റിപ്ലൈയും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞു വെച്ചാൽ ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ കൂട്ടുകാർക്ക്. എന്താ ആലോചിച്ച് കഴിഞ്ഞു വെച്ചാൽ മനസ്സിലായില്ലേ. അപ്പോഴും നമുക്ക് പേടിയാണ് എന്ത് ചെയ്യാൻ പറ്റും, നാളെ എന്താണ് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിലൊന്ന് പിടിച്ച് മനസ്സിലാക്കി വരണം അല്ലേ, സൂത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണം. പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്കൊക്കെ സമയം എടുക്കും. പറ്റും പോലെയൊക്കെ ചെയ്യുക, എല്ലാവരും പറ്റും പോലെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് പറ്റും പോലെയൊക്കെ ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളതാ അറിയുന്നത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലേ. നമ്മൾ എന്തിന് നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഭഗവാൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒന്നും നമ്മൾ വിടില്ല. എനിക്ക് ചേച്ചിയുടെ വീഡിയോസ് കാണാണ്ട്, കുക്കിംഗ് വീഡിയോ കാണാണ്ട് ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. മൈക്കുണ്ട് ഇവിടെ, അതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പേരയ്ക്ക് പറിക്കാൻ നിൽക്കേ അടി കിട്ടും കേട്ടോ. ഇവിടെ ഉണ്ടായതേ നടാടെ. വേണ്ട അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കണ്ട. വേണ്ട കേട്ടോ, അടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ
എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അതേപോലെ പറയുന്ന പോലെ സെലക്ഷൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സത്യമായിട്ടും നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു 2 3 എടുത്തിട്ടുള്ള ഒരു അധികം നെയ്റ്റിയാണ് എടുത്ത ശീലമല്ലോ. ഈ സാരികളൊക്കെ എടുത്ത് ഇതാണ്ടോ, സാരികളൊക്കെ എടുത്ത ശീലം കമ്മിയാണല്ലോ. ആകെ സാരി എടുക്കണത് അമ്മയ്ക്കും അതന്നെ, സാരി അധികം എടുത്തേക്കണത് അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ തന്നെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും സാരി എടുക്കുള്ളൂ എനിക്ക്. പക്ഷെ അപ്പോൾ ഓരോ ഫോട്ടോസ് നമ്മൾ ഓരോ ചേച്ചിമാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കളക്ഷൻ നന്നായിട്ടുണ്ട്, നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം നമുക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കുന്നുള്ള ഒരു സന്തോഷം അല്ലേ. അത് ചില്ലറില്ല. അപ്പം ഞാൻ നിർത്തുകയാണ് കേട്ടോ. ചോറ് തിളച്ചു, ഇനി അവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഇനി ഇതാ അമ്മ മീൻകറി വെച്ചിട്ടുണ്ട്. അമ്മയുടെ മീൻകറി ഇതെന്താ അമ്മ കുറച്ച് വെച്ച്, ഇനി നാളേക്കുണ്ടാവില്ല. മത്തിപ്പുളി കണ്ട, ഇപ്പത്തെ മത്തി നല്ല പരിഞ്ഞിലുള്ള മത്തിയാണ് അല്ലേ. പിന്നെതാ കൈപ്പയ്ക്കുപ്പേരി. ചേച്ചിയുടെ ചോറും കൂട്ടാനും കാണില്ല, അത് ചേച്ചിയുടെ ഇല്ലാത്തത് അമ്മ ഉണ്ടാക്കിയ ചോറും കൂട്ടാനാണ്. എന്താ ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ ഓരോ ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ രാവിലെ പോയ 11:30 രാത്രി എത്തുമ്പോ ഒന്നും അറിയില്ല. എന്താ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞല്ലേ. പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ വീണിട്ട് കിച്ചൂട്ടന്റെ കാല് മുറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിച്ചൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്റെ കാലിലെ മുറിയിൽ ഇന്നലെ മരുന്ന് തേച്ച് കൊടുത്ത. ഇന്ന് പിന്നെ അവൻ മരുന്ന് തേച്ച് കൊടുക്കുന്ന. അമ്മയ്ക്ക് തിരക്കല്ലേ, ഞാൻ തേച്ചോളാൻ. അവനറിയാം ഇതിപ്പോ അങ്ങനെ തന്നെ നടക്കും. അമ്മയെ കാത്തുന്നാലും കാര്യം നടക്കില്ല. അങ്ങനെ നമ്മളില്ലേ വിശേഷം വലിച്ചു നീട്ടണില്ല കേട്ടോ. ഇതെങ്ങനെയാ ഇത്? എപ്പോ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതാണ്, വീഴാനും. ഈ വഴുക്കല്, നമ്മുടെ ഈ മിറ്റം ഫുള്ള് വഴുക്കലാണ് കേട്ടോ. നമ്മുടെ ഇവിടത്തെ കാട്ടിലാണ് അവിടെ. ബീച്ച് പൗഡർ കൊണ്ടിട്ടാൽ മതി ഇത്രേ. അപ്പോൾ നിർത്തട്ടെ, കാണാം. കിച്ചുവിന്റെ ടീഷർട്ട് പോലെ അറിയാം.